ആയിട്ട് വെള്ളമാരുണ്ടല്ലോ. എമ്മി ആടിപ്പോളി സൂപ്പർ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പാനി പഴമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഇതിനാവശ്യമായ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മളൊരു 4 കിലോ പഞ്ചസാര ഉപയോഗിച്ചുള്ള പാനിയാണ് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് 4 കിലോ പഞ്ചസാര, ഒരു 3 ചെറുനാരങ്ങ, പിന്നെ ഒരു 8 ഞാലിപ്പൂവൻ പഴം, രസകദളിപ്പഴം എന്ന് തെക്കോട്ടുള്ളവർ പറയും, ഒരു 8 ഞാലിപ്പൂവൻ പഴം, പിന്നെ ഒരു ചെറിയ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ എല്ലായിടത്തും ചെയ്തു വരുന്നത് നാരങ്ങ മാത്രമാണ് ഉപയോഗിക്കുകയുള്ളൂ. നമ്മളുടെ പാനി കുറച്ചുകൂടെ വെറൈറ്റി ആക്കാൻ, കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസാണ് ഈ ഞാലിപ്പൂവും പഴവും പൈനാപ്പിളൊക്കെ. പിന്നെ നമ്മൾ ഇതിൽ ആ കരട് അരിച്ച് മാറ്റാനായിട്ട് 2 മുട്ടയുടെ വെള്ള ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു 8 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ആ 8 ലിറ്റർ വെള്ളം 4 ലിറ്ററായിട്ട് പറ്റിച്ചെടുക്കണം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഏലക്കായും ജീരകവും ചുക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിൽ ആവശ്യമായ 8 ലിറ്റർ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. 8 ലിറ്റർ വെള്ളം നമ്മൾ ഉരുളിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇനി തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കാം. നമ്മളിവിടെ ഒരു 4 കിലോ പഞ്ചസാര എടുത്ത് വെച്ചേക്കുന്ന ആ 4 കിലോ പഞ്ചസാര ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഈ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കാം. ഈ 8 ലിറ്റർ വെള്ളം 4 ലിറ്ററായിട്ട് നമുക്ക് പറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ പാനിയുടെ പരുവത്തിലേക്ക് ഇത് എത്തുള്ളൂ. അപ്പോൾ എന്തായാലും അതിന് ശേഷം കാണാം. അപ്പോൾ നമ്മളിത് പഞ്ചസാര ഏകദേശം അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ, ഒരു ചെറിയ പൈനാപ്പിളും ഒരു 8 ഞാലിപ്പൂവൻ പഴം, അതായത് രസകദളിപ്പഴം, ആ പഴം കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചേർക്കുകയാണ്. ഇതെന്താ വെച്ചാൽ മതിയാണ്. അതിലേക്ക് വെക്കി തേങ്ങ വെക്കാം. നമ്മുടെ പഴവും പൈനാപ്പിളും കൂടെ അരിഞ്ഞു വെച്ചാണ് നമ്മളിപ്പോൾ ചേർക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പാനിയിൽ കിടന്ന് തിളച്ച് പഴമൊക്കെ ഫ്രൂട്ട്സ് എല്ലാം തിളച്ച് ഇതാ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളൊരു 8 ലിറ്ററിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ പാനി ദാ ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. കളറൊക്കെ മാറി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുട്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ ഇതിൻ്റെ കരട്, പഞ്ചസാരയുടെ കരട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അരിക്കണ സമയത്ത് ഈ മുട്ട വെള്ളത്തോടെ പൊങ്ങിക്കിടക്കും. അപ്പോൾ ആ കരട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ട വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ പാല് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.
നമ്മൾ ഫ്രൂട്ട്സിൽ നിന്നെല്ലാം അരിച്ചെടുത്ത് ഫ്രൂട്ട്സിൻ്റെയും എല്ലാത്തിൻ്റെയും സത്ത് ഇറങ്ങിയിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലായിടത്തും ചെറുപഴം കൂട്ടിയാണ് അടിക്കുന്നത്. ചെറുപഴം കൂട്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാലിപ്പൂവമ്പഴമാണ്. നമ്മുടെ തെക്ക് സൈഡിലേക്കൊക്കെ അതിനെ രസകദളിപ്പഴം എന്ന് പറയും. ഞാലിപ്പൂവമ്പഴമോ അല്ലെങ്കിൽ ചെറുപഴം ഏതായാലും നമുക്കത് ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്ന് നമ്മുടെ ജോനാഥൻ ബേബി ഉണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വർഷേനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. വർഷയും ജോനാഥൻ ബേബി ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് അവർക്ക് കൊടുക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് അഭിപ്രായം നോക്കാം. അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായ രുചികൾ ആസ്വദിക്കുവാൻ, രുചികൾ അറിയുവാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെയുള്ള വെറൈറ്റി ഐറ്റംസും നാടൻ ഐറ്റംസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്കാം. അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പാനിയോ എന്ത് ഐറ്റം വേണമെങ്കിലും നാടനും ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. നിങ്ങൾക്കത് കൊറിയർ വഴിയോ നേരിട്ടോ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.